പ്രണയബന്ധവും പിന്നീടുള്ള ബ്രേക്കപ്പുമെല്ലാം ഇന്ന് സാധാരണ സംഭവങ്ങളായി മാറിക്കഴിഞ്ഞു. പ്രണയവും പ്രണയിച്ചുള്ള വിവാഹ ജീവിതവും ഇന്ന് 100% ശാശ്വതമെന്ന് പറയാൻ സാധിക്കുന്നില്ല. അങ്ങനെ പറയാൻ ആർക്കെങ്കിലും സാധിക്കുമോ? കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് നടക്കുന്നത് പ്രണയിച്ച് വിവാഹം കഴിക്കുന്നവരാണ്. ഒരു പ്രണയബന്ധത്തിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ലെങ്കിൽ പരസ്പരം സംസാരിച്ച് ബന്ധം അവസാനിപ്പിക്കുന്ന ആരോഗ്യകരമായ രീതി പിന്തുടരുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട്. എന്നിരുന്നാലും അത്രയും നാൾ പ്രിയപ്പെട്ടതായിരുന്ന ഒരു വ്യക്തിയുമായുള്ള ബന്ധം അത് അവസാനിപ്പിക്കുമ്പോൾ അത് മനസ്സിന് സമ്മാനിക്കുന്നത് ഒരു വേദന തന്നെയാണ്. ഇക്കാരണം കൊണ്ട് തന്നെ പ്രണയബന്ധം അവസാനിപ്പിച്ചാലും പങ്കാളിയുമായുള്ള ആശയവിനിമയം തുടരുന്നവരുമുണ്ട്. ഇത്തരത്തിൽ പ്രണയം അവസാനിപ്പിച്ച ശേഷം പങ്കാളിയുമായി ആശയവിനിമയം തുടരുന്നത് ഭൂരിഭാഗം വ്യക്തികൾക്കും നല്ല അനുഭവമല്ല സമ്മാനിക്കാറുള്ളത്. പ്രണയബന്ധം അത് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടേതായ വഴിക്ക് പോവുകയും ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതുമാണ് നല്ലത്. അതാണ് എന്തുകൊണ്ടും നല്ലത്. ബ്രേക്കപ്പിൽ നിന്നുള്ള മാനസിക വിഷമം ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ലെന്ന വസ്തുതയാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടും വീണ്ടും സംഭാഷണം തുടർന്നാൽ അത് ബന്ധത്തിൽ നിന്ന് മാനസികമായി പൂർണ്ണമായും പുറത്തു വരാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് നിങ്ങളെ എത്തിക്കും. ആശയവിനിമയം അത് തുടരുകയാണെങ്കിൽ ഒരു വിഷമഘട്ടത്തിലോ പ്രതിസന്ധി ഘട്ടത്തിലോ നിങ്ങൾ വീണ്ടും അയാളിൽ നിന്ന് അല്ലെങ്കിൽ അവളിൽ നിന്ന് മാനസിക പിന്തുണ പ്രതീക്ഷിക്കുകയും അവരോട് കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറെടുക്കുകയും ചെയ്യും. അത് സ്വാഭാവികം. പതിയെ വീണ്ടും പഴയ ബന്ധത്തിലേക്ക് തന്നെ പോകാനിടയാക്കും. അത് മറ്റൊരു റിലേഷനിലേക്ക് എത്തിയെന്ന് വരാം. ഇതിന് മറ്റൊരു വശമുണ്ട്. അതെന്താണെന്ന് അറിയാമോ? മുമ്പ് റിലേഷനിൽ ആയിരുന്നപ്പോൾ നിങ്ങൾക്ക് മാനസിക പിന്തുണ നൽകിയതുപോലെ ബ്രേക്കപ്പിന് ശേഷവും പ്രശ്നങ്ങൾ പറയുമ്പോൾ പിന്തുണ ലഭിക്കണമെന്നില്ല. ഇത് നിങ്ങളെ കൂടുതൽ വിഷമിപ്പിക്കും. ഒരു പ്രണയബന്ധം പൂർണ്ണമായും അവസാനിപ്പിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങളുടെ മനസ്സിൻ്റെ മുറിവ് ഉണക്കാൻ സാധിക്കൂ. അല്ലാതെ വീണ്ടും മിണ്ടിക്കൊണ്ടിരുന്നാൽ ഈ മുറിവുണക്കൽ പ്രക്രിയ വൈകും. മാത്രമല്ല, ബന്ധം അവസാനിപ്പിച്ച ശേഷവും ആശയവിനിമയം തുടരുന്നത് മനസ്സിൽ അനാവശ്യ പ്രതീക്ഷ വളരാൻ ഇടയായേക്കാം. പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്ന നിങ്ങളിൽ പോലും അറിയാതെ ഒരുപക്ഷെ അവർ മറ്റൊരു ബന്ധത്തിൽ ആയിരുന്നുമിരിക്കാം. പ്രണയവിവാഹം, ആ വിവാഹം ചെയ്തവർ പോലും കൊച്ചു കൊച്ചു പിണക്കങ്ങളിൽ ബന്ധം വേർപെടുത്താറുണ്ട്. ചിലപ്പോൾ രണ്ടുപേരും തമ്മിൽ മനസ്സ് തുറന്ന് സംസാരിക്കാത്തതും തെറ്റിദ്ധാരണകൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് കൊണ്ടുമാണ് കൂടുതലും വിവാഹമോചനത്തിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് ചുറ്റും നടക്കുന്ന വിവാഹമോചനവും അതേ തുടർന്നുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളും നമ്മൾ നിത്യവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ നടൻ ബാലയും അമൃത സുരേഷും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നാൽ അതേ ഉള്ളൂ. അത് ഇതിനൊരു ഉദാഹരണമാണ്.